പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. ഒരു കാലഘട്ടം അഹങ്കാരത്തിൻ്റെ കാലഘട്ടമുണ്ട്. അഹങ്കാരത്തോടെ ഓടുന്നൊരു കാലഘട്ടം, ധാർഷ്ട്യത്തോടെ പ്രവർത്തിക്കുന്ന കാലഘട്ടം, ധിക്കാരത്തിൻ്റെ കാലഘട്ടം, അഹന്തയുടെ ഒരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എത്ര അഹന്തയുള്ളവനാണെങ്കിലും, എത്ര ധിക്കാരമുള്ളവനാണെങ്കിലും, എത്ര പേട്ടു സ്വഭാവമുള്ളവനാണെങ്കിലും അവനെ നിലയ്ക്ക് നിർത്താൻ കർത്താവിൻ്റെ കരം അവിടെ എത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ച് കാലം അനുതാപത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ടെന്ന് മാത്രം. നമ്മുടെ തിന്മയുടെ പ്രവർത്തനങ്ങളുടെ ക്ലൈമാക്സിലെത്താൻ കുറച്ച് കാലം അനുവദിച്ചിട്ടുണ്ടെന്ന് മാത്രം. അതിനുശേഷം കർത്താവിൻ്റെ കരം അവിടെ എത്തും. അവിടെ അതിനെക്കുറിച്ച് യെശയ്യായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: ബലവാൻ ചണനാര് പോലെയും അവൻ്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയും ആകുന്നു. രണ്ടും ഒരുമിച്ച് കത്തി നശിക്കും. ബലവാൻ ചണനാര് പോലെയും അവൻ്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയുമാകുന്നു. രണ്ടും ഒരുമിച്ച് കത്തി നശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജെറോബോവാം ഇങ്ങനെ കൈമടങ്ങാതെ വരണ്ട കൈയുമായിട്ട് നിൽക്കുമ്പം ഈ അഹിയ പ്രവാചകനോട് പറഞ്ഞു, ദൈവപുരുഷ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ദൈവപുരുഷൻ പ്രാർത്ഥിച്ച് ദൈവപുരുഷൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ കരുണ തോന്നണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ഈ കൈ നേരെയാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ക്ഷണനേരം കൊണ്ട് ആ വരണ്ട കൈ ദൈവം സുഖപ്പെടുത്തി കൊടുത്ത്. അതാണ് അടുത്ത വാക്യം, 16-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവ് ചെയ്ത് പ്ലീസ് കുഡ് യു പ്ലീസ് പ്രേ ഫോർ മീ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൈ ഒന്ന് ശരിയാക്കി തരാമോ എന്ന് രാജാവ് കേണപേക്ഷിക്കുകയാണ്. അവൻ പ്രാർത്ഥിച്ചു, കൈ ശരിയാക്കി. അപ്പോൾ ജെറോബോവാം രാജാവ് അഹിയ പ്രവാചകനോട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അഹിയ പ്രവാചകൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദയവ് ചെയ്ത് കൊട്ടാരത്തിലേക്ക് വരണം, കൊട്ടാരത്തിൽ വന്ന് സൽക്കാരം സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. കൊട്ടാരത്തിൽ വന്ന് എന്ത് ചെയ്യണം? സൽക്കാരം സ്വീകരിക്കണം. ഹല്ലേലൂയ. അതാണ് 1 രാജാക്കന്മാർ 13-ാം അധ്യായത്തിൽ 7, 8, 9 വാക്യങ്ങൾ. നീ എന്നോടുകൂടെ കൊട്ടാരത്തിൽ വന്ന് സൽക്കാരം സ്വീകരിക്കുക, ഞാൻ നിനക്ക് ഒരു സമ്മാനവും തരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എന്തായി? പ്രവാചകനെ ഒതുക്കാൻ നോക്കിയിട്ട് ഒതുങ്ങണില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ പ്രവാചകനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി സൽക്കാരം ചെയ്ത് സമ്മാനം കൊടുത്ത് പാട്ടിലാക്കാൻ നോക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരൻ, ഇവൻ്റെ സ്വഭാവം മാറ്റാൻ ഇവൻ തീരുമാനിക്കുന്നുണ്ടോ? ഇവൻ്റെ നടപ്പ് മാറ്റാൻ ഇവൻ തീരുമാനിക്കുന്നുണ്ടോ? ഇവൻ്റെ മനസ്സിലെ പാപത്തെക്കുറിച്ച് ഇവൻ ചിന്തിക്കുന്നുണ്ടോ? പല ആളുകളും ധ്യാനിക്കാൻ വന്നാലും പ്രാർത്ഥിക്കാൻ വന്നാലും ഇങ്ങനെയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ പറയണമെന്നറിയോ? അച്ഛൻ വീട്ടിൽ വന്നൊന്ന് വെഞ്ചരിച്ചാൽ ഒരുപക്ഷെ ഇതെല്ലാം മാറി ശരിയാവും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, അതല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നടപ്പ് ശരിയാക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് വിരോധത്തിലും ശത്രുതയിലിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഗതി ശരിയാക്കണം, നമ്മുടെ സ്വഭാവം ശരിയാക്കണം. അപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാട് മുഴുവൻ ഓടി നടന്ന് എല്ലാ പ്രാർത്ഥനക്കാരെയും വീട്ടിൽ കൊണ്ടുവരാനുള്ള അത്യധ്വാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. 10,000 പേര് നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാലും ശരി, നിങ്ങളുടെ നടപ്പ് ശരിയാക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം ശരിയാക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മദ്യപാന സ്വഭാവം നിങ്ങൾ എടുത്തു മാറ്റി കളയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജഡിക പാപത്തിൻ്റെ സ്വഭാവം നിങ്ങൾ എടുത്തു മാറ്റി കളയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ദുർവൃത്തി നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ തോന്നിയാസ നടപ്പ് നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, അഹങ്കാര സ്വഭാവം വിട്ടുപേക്ഷിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന കൊണ്ടും ഈ പരിപാടികൾ കൊണ്ടും ഒരു പ്രയോജനവും ആ കുടുംബത്തിൽ സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യം ശരിയാ. ജെറോബോവാമിനോട് പ്രാർത്ഥിച്ച് കൈയൊക്കെ നേരാക്കി കൊടുത്തു. അപ്പോൾ ഇവൻ സ്വന്തം ജീവിതത്തിൻ്റെ സ്വന്തം നടപ്പിൻ്റെ സ്വന്തം മനസ്സിൻ്റെ ക്രമക്കേടുകളെ ക്രമപ്പെടുത്താനല്ല അവൻ നോക്കണത്. അവൻ പ്രവാചകനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സമ്മാനം കൊടുത്ത് പാട്ടിലാക്കാൻ നോക്കുകയാണ്. ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞിങ്ങനെയാണ്: നിന്റെ കൊട്ടാരത്തിൻ്റെ പകുതി ഇവിടെ എഴുതി തന്നാലും ശരി, ഈ അഹിയ അവിടെ കാലുകുത്തിയാലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ വീര്യമുള്ള പ്രവാചകനായിരുന്നു അഹിയ പ്രവാചകൻ.
നിന്റെ കൊട്ടാരത്തിൻ്റെ പകുതി എനിക്ക് എഴുതി തന്നാൽ പോലും ഞാൻ വരികയില്ല. ഞാൻ ഇവിടെ വെച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴിക്ക് മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ ബേഥേലിൽ നിന്ന് വന്ന വഴി അല്ലാതെ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. രാജാവിനെ കൂട്ടാക്കിയില്ല, രാജാവിനെ മൈൻഡ് ചെയ്തില്ല, രാജാവിന് ഒരു 5 പൈസ വില കൊടുക്കാതെ അവൻ്റെ വഴിക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ ദൂത് കിട്ടി ഒരു ദൈവിക ദൂതനെ അറിയിക്കുമ്പോൾ ആ ദൂത് കേട്ട് നാം നമ്മുടെ ഹൃദയത്തിൻ്റെ ക്രമക്കേടുകളെ തിരുത്തിയാൽ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും. എന്നാൽ നാം അപ്പോഴും വിദ്വേഷത്തോടും കാപട്യത്തോടും കൂടെയാണ് പെരുമാറുന്നെങ്കിലോ ആ ദൈവദാസന്റെ ഇടപെടൽ കൊണ്ടുള്ള ദൈവിക പദ്ധതി അവിടെ പരാജയപ്പെടും. ദൈവിക നന്മ അവിടെ വരാതെയാവും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഉദാഹരണമാണ് ജെറോബോവാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ ജെറോബോവാം പ്രവാചകനെ വീട്ടിൽ കൊണ്ടാൻ ആഗ്രഹിച്ചെങ്കിലും അങ്ങനെയൊക്കെ നല്ല സ്വഭാവം കാണിച്ചെങ്കിലും സത്യത്തിൽ അവൻ്റെ ഹൃദയത്തിൽ വ്യത്യാസം വന്നില്ല. അവൻ്റെ പാപമാർഗത്തിൽ തന്നെ അവൻ മുന്നോട്ട് പോയി. അവൻ്റെ വിഗ്രഹാരാധന ഉപേക്ഷിച്ചില്ല, അവൻ്റെ പൂജാരിമാരെ അവൻ പിരിച്ചുവിട്ടില്ല, അവൻ്റെ ബലിപീഠം അവൻ മാറ്റിയില്ല. അവൻ എന്തൊക്കെ തോന്നിവാസം ചെയ്തിരുന്നോ അതേ തോന്നിവാസങ്ങൾ തന്നെ അവൻ മുമ്പോട്ട് തുടർന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ മക്കൾക്ക് കർത്താവിൻ്റെ പ്രഹരമേറ്റ്. അതാണ് അടുത്ത അധ്യായം 14-ാമത്തെ വാക്യം. 14-ാമത്തെ അധ്യായം 13-33 ശ്രദ്ധിക്കുക. ജെറോബോവാം അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്ന് പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ച് അവരൊന്നും കൂടെ ശക്തി കൂട്ടി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരിധി കഴിഞ്ഞാൽ അനുസരണക്കേടിൻ്റെ ആത്മാവും ഭോഷത്വത്തിൻ്റെ ആത്മാവും ബാധിച്ചാൽ പിന്നെ യവനെ ഒരളിൽ കുത്തിയാലും ശരി അവൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെറോബോവാം അവൻ്റെ അധപ്പതിച്ച സ്വഭാവം ഉപേക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, അവൻ കൂടുതൽ പൂജാരിമാരെ നിയമിച്ചുകൊണ്ട് തൻ്റെ പാപത്തിൽ അവൻ മുന്നേറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 14-ാമത്തെ അധ്യായം. അങ്ങനെ ഇരിക്കുമ്പോൾ അക്കാലത്ത് ജെറോബോവാമിൻ്റെ മകൻ അബിയ രോഗബാധിതനായി. അബിയ എന്ന് പറഞ്ഞാൽ ജെറോബോവിൻ്റെ മക്കൾക്ക് പ്രഹരമേറ്റു. അപ്പോൾ നോക്ക്, ഒരു തലമുറ അടുത്ത തലമുറയിലേക്ക് പ്രഹരം നീങ്ങുകയാണ്. അപ്പൻ്റെ തോന്നിയാസം കാരണം എന്തായി? മക്കൾ പ്രഹരമേറ്റ്. മകൻ അബിയ രോഗബാധിതനായി, അവൻ മരണത്തിൻ്റെ വക്കത്തെത്തി. അപ്പോൾ ജെറോബോവാം എന്ത് ചെയ്തു? ജെറോബോവാം ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ അഹിയ പ്രവാചകൻ്റെ അടുത്തേക്ക് പോവുക, അവിടെ ചെന്ന് വേഷം മാറി മറ്റൊരാളായിട്ട് അഭിനയിക്കുക, എന്നിട്ട് ഈ കുട്ടി മരിക്കുമില്ലയോ എന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ അഹിയ പ്രവാചകൻ്റെ അടുത്തേക്ക് ഈ ജെറോബോവാം ഭാര്യനെ വിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഈ ജെറോബോവാമിൻ്റെ ഭാര്യ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ദൈവം പ്രവാചകൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്ത് പ്രവാചകൻ പറഞ്ഞു, ആ ജെറോബോവാമിൻ്റെ ഭാര്യ പുറത്ത് നിൽക്കണ്ടല്ലോ, ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ്. ഇവർ ചെന്ന് മുട്ടണതിന് മുമ്പ് തന്നെ ഉള്ളിലിരുന്ന് കണ്ണ് കാണാത്ത പ്രവാചകൻ പറഞ്ഞ്, ആ ജെറോബോവാമിൻ്റെ ഭാര്യ ഉള്ളിലേക്ക് കയറി വാ. എന്നിട്ട് പറഞ്ഞ്, നിൻ്റെ കുടുംബത്തിൽ നീ തിരിച്ചു ചെല്ലുമ്പോൾ നിൻ്റെ മകൻ മരിക്കും, എന്നാൽ അവനായിരിക്കും നിൻ്റെ കുടുംബത്തിലെ ഭാഗ്യവാൻ. കാരണം അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ, ബാക്കിയെല്ലാം പട്ടി ചത്ത് കിടക്കണം, അല്ലെ റോട്ടിൽ ചത്ത് കിടക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറോബോവാമിൻ്റെ കുടുംബം മുഴുവനും പട്ടി ചത്ത് കിടക്കണം, അല്ലെ റോട്ടുകളിൽ ചത്ത് കിടക്കേണ്ടി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരെണ്ണം പിതാക്കന്മാരുടെ കല്ലറകളിൽ സംസ്കരിക്കപ്പെട്ടില്ല. ഈ രോഗം ബാധിച്ച ഒരു കുട്ടി മാത്രം, അത് അധികം കറയേൽക്കാതിന് മുമ്പ് മരിച്ചതുകൊണ്ട് അത് മാത്രം ഭാഗ്യവാനായി കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. ബാക്കി ഒറ്റയൊരെണ്ണം ജെറോബോവാമിൻ്റെ കുടുംബത്തിൽ നിന്ന് കല്ലറയിൽ അതുപോലെ പട്ടീനെ കൊല്ലണ പോലെ റോട്ടിലിട്ട് കൊന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഒരപ്പൻ്റെ തോന്നിവാസം അപ്പൻ്റെയും മക്കളുടെയും ജീവിതം ഒന്നാകെ നശിപ്പിച്ച് കളഞ്ഞു. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ പറയുന്ന സ്വരം കേൾക്കുക. നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ നിന്റെ കുട്ടി മരിക്കും. ഇസ്രായേൽ ജനം ദുഃഖം ആചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും.
ജെറോബവാമിൻ്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ജെറോബവാമിൻ്റെ സന്തതികളിൽ അവനെ മാത്രമേ ദൈവഭയമുള്ളവനായി കണ്ടിട്ടുള്ളൂ. ദൈവഭയം ആർക്കുണ്ടോ അവനെ ദൈവം കാത്തു നോക്കും. പ്രൈസ് ദി ലോർഡ്. ജെറോബവാമിൻ്റെ ഭവനത്തിൽ ഈ തോന്നിയാസിക്ക് ജനിച്ചതെല്ലാം കീട സ്വഭാവമുള്ളത്. എന്നാൽ ഒരു കുട്ടി മാത്രം അല്പം ദൈവഭയമുള്ള കുട്ടി ഉണ്ടായി. അവൻ ഈ കീട സ്വഭാവം കലരുന്നതിന് മുമ്പ് ദൈവം അവൻ്റെ ബാല്യത്തിൽ തന്നെ, അവൻ്റെ സ്വഭാവ നൈർമല്യത്തിൽ തന്നെ ദൈവം അവനെ സ്വീകരിച്ച് അവനെ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കാൻ ദൈവം ഇടവരുത്തിയുള്ളൂ. നിൻ്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വംശം തകർന്ന് തരിപ്പണായി. പിന്നെ ഭൂമുഖത്ത് ആ കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം തലപൊക്കിയിട്ടില്ല. ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. നിങ്ങളുടെ വംശത്തിൻ്റെ ചരിത്രം എന്താണ്? ചിന്തിച്ച് നോക്കിയാൽ കഴിഞ്ഞ തലമുറ അവരുടെ പ്രവർത്തനം വഴി നിങ്ങൾക്ക് സമ്മാനിച്ച നിങ്ങളുടെ വംശത്തിൻ്റെ ചരിത്രം എന്താണ്? ഇനി നിങ്ങളുടെ പ്രവർത്തനം വഴി അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന ഭാവി എന്താണ്? നിങ്ങൾ മദ്യപിക്കുകയും ചീട്ട് കളിക്കുകയും അഹങ്കാരം പറയുകയും വചനം അനുസരിക്കാതെ നടക്കുകയും ദൈവം നിരോധിച്ച് ചെയ്യുകയും ചെയ്ത് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയാണോ? നിൻ്റെ ചരിത്രവും ജെറോബവാമിൻ്റെ ചരിത്രമേൽ വ്യത്യാസം വരാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തെങ്കിലും ഇവിടെ ഈ അത്ഭുതങ്ങളെല്ലാം ദൈവം എന്തിനു വേണ്ടി പ്രവർത്തിക്കണം വിചാരിക്കുന്നത്? ആ ജെറോബവാമിൻ്റെ ഒടിഞ്ഞു നുറുങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ മരം പോലെ ഇരുന്ന വിറക് പോലെ ഇരുന്ന കൈ, ഉണങ്ങിയ വിറക് പോലായ കൈ ജെറോബവാമിന് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തി നേരെയാക്കി കൊടുത്ത് എന്തിനു വേണ്ടിയാണെന്ന് വിചാരിക്കുന്നത്? ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് അറിയാനും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരാനും ദൈവം ഒരു അവസരം കൊടുത്തതായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ കണ്ടിട്ട് നിന്റെ ഹൃദയത്തിൻ്റെ തീരുമാനം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നിന്റെ നടപ്പ് വ്യത്യാസപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വഭാവത്തിലെ ക്രമക്കേടുകളെ കുറിച്ച് ചിന്തിക്കാൻ നീ ഉത്സാഹിക്കുന്നുണ്ടോ? ജെറോബവാം ഒരിക്കലും തൻ്റെ സ്വഭാവത്തിൻ്റെ ക്രമക്കേടിനെ കുറിച്ച് ചിന്തിക്കാൻ അവൻ കൂട്ടാക്കിയില്ല. അവൻ്റെ അധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് അവൻ മുമ്പോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ചില ആളുകൾ ലോകത്തിലുണ്ടാവും. അതിനെക്കുറിച്ച് ജോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞെങ്ങനെയാണ്, കാട്ടുകഴുതയുടെ കുട്ടി മനുഷ്യനായി പിറന്നാലേ ഇങ്ങനെയുള്ളവർക്ക് ബോധം ഉണ്ടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ എൻ്റെ ഹൃദയം അധപ്പതിച്ചോ എന്നിപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമാണത്. ഒരു തിന്മയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് ബലം പിടിച്ച് അതിൽ തന്നെ മുമ്പോട്ട് പോകണ്? ഒരു പ്രവൃത്തി ദുഷ്പ്രവൃത്തിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് വീണ്ടും അതിൽ തന്നെ മുന്നോട്ട് പോണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിമിഷം നമ്മളൊരു വലിയ ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്യുകയാണ്. അതൊരു കഠിന ബന്ധനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു കഠിന ബന്ധനമാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഒരു തിരിച്ചു ചിന്ത, ഒരു ആത്മീയ ഒരു ചിന്ത പോലും വെക്കാതെ അധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് പോകുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണെങ്കിൽ മകനെ, മകളെ, നീ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു കഠിന ബന്ധനത്തിലാണ് ഇപ്പം നിൻ്റെ ആത്മാവ് ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുന്ന് ഇന്ന് ഞങ്ങൾക്ക് നൽകുന്ന തിരിച്ചറിവ് സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. വെറും ഒരു ഭൃത്യനായിരുന്ന, വെറും ഒരു കൂലിക്കാരനായിരുന്ന ജെറോബവാമിനെ പിടിച്ച് ഇസ്രായേലിന് രാജാവാക്കിയ കർത്താവേ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഞങ്ങളോടും കരുണ കാണിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചുവല്ലോ
എന്നാൽ എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ അവർ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തില്ല എന്ന വചനം പോലെ ഞങ്ങളുടെ ജീവിതത്തിലും വിശുദ്ധ ജീവിതത്തെയും ദൈവവചന പ്രകാരമുള്ള സ്വഭാവത്തെയും ഞങ്ങൾ അവഗണിച്ചു കളഞ്ഞു. പിതാവേ, പിതാവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതം പോലും പങ്കിലമാക്കിയല്ലോ. പിതാവേ, എന്റെ ഹൃദയത്തിന്റെയും എന്റെ കുടുംബത്തിൽ പിറന്ന എന്റെ മക്കളുടെ ഹൃദയങ്ങളിലും സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്ന തിന്മയുടെ കഠിന ബന്ധനങ്ങളെ തിരിച്ചറിയുവാൻ ഗൗരവ ബുദ്ധി നൽകണമേ, ഗൗരവ ബുദ്ധി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങളിൽ കുടികൊള്ളുന്ന അകൃത്യങ്ങളെ, തിന്മയുടെ സ്വഭാവങ്ങളെ ഗൗരവത്തിൽ കണ്ട് അതിനെ വലിച്ചെറിയുവാൻ, രഹസ്യ പാപങ്ങളെ വലിച്ചെറിയുവാൻ ഓ പിതാവേ, പരിശുദ്ധാത്മാവിനെ അയച്ച് വിടിവിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുമ്പോൾ കഠിന പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, കോപ സ്വഭാവങ്ങൾ, അരിശം, പലതരത്തിലുള്ള ജഡിക പാപങ്ങൾ, പലതരത്തിലുള്ള വിശ്വാസത്യാഗം, ദൈവനിഷേധം, നിരീശ്വര ചിന്ത, താന്തോന്നിത്തം, വഷള സ്വഭാവം, ഇവയുടെ കെട്ടുകളെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ഈ സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ഈ സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണമേ. കഠിനമായ വഷളത, മൂഢത, അന്ധത, ദൈവനിഷേധം, നിരീശ്വര ചിന്ത, താന്തോന്നിത്തം, വഷള സ്വഭാവം, എതിർപ്പ്, മല്ലടിക്കുന്ന പ്രകൃതം, ഇങ്ങനെയുള്ള എല്ലാ തിന്മകളെയും കർത്താവേ ഈ ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും അവിടുന്ന് തകർക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ ദൈവമക്കളുടെ മനസ്സിൽ കഠിനമായി കുടികൊള്ളുന്ന വെറുപ്പ്, വൈരാഗ്യം ഈ മേഖലകളിലേക്ക് അങ്ങയുടെ ആത്മാവ് ശക്തിയോടെ വ്യാപരിക്കട്ടെ. വെറുപ്പിന്റെ കോട്ടകൾ തകരട്ടെ, വൈരാഗ്യത്തിന്റെ കോട്ടകൾ തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ലോകത്തോട് സമരസപ്പെട്ട് ഈ ലോകം ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത, അതാണല്ലോ വലിയ തിന്മ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ലോകത്തുള്ള മൈത്രി അവിടുന്ന് തകർക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കം വിളിക്കുക. യേശുവേ, 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 ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകൈകൾ ഉയർത്തി സ്വരം ഉയർത്തി ഉറക്കെ വിളിക്കുക. യേശുവേ, 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 ഈ സമൂഹത്തിൽ അനേകം വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇടിമിന്നൽ പോലെ പ്രവഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശുവേ,
പിടിക്കാം, കൈകൾ കൂപ്പി പിടിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, എൻ്റെ അപ്പാ, എൻ്റെ ഹൃദയം കഠിനമായി പോയി. സ്വാർത്ഥത, തന്നിഷ്ടം, ലോകമോഹങ്ങൾ, ലോകത്തിന്റെ മൈത്രി ഇതെല്ലാം വന്ന് എൻ്റെ ആത്മാവിന്റെ ആ നിഷ്കളങ്കത എല്ലാം പോയി. അപ്പാ, അനുഭവിക്കാൻ ഒന്ന് പൊട്ടിക്കരയാൻ, ഒന്ന് പൊട്ടിക്കരയാൻ, ഹൃദയം തുറന്നൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഒന്ന് അനുഭവിക്കാൻ. എൻ്റെ അപ്പ ഇന്ന് എന്നെ അനുഗ്രഹിക്കണം. സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു. എൻ സ്വാർത്ഥ മോഹങ്ങളാലെ സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു. എന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റണില്ല. പ്രാർത്ഥന എന്റെ അപ്പനെ, നിലച്ചു പോയി. പൂർണ്ണമായി നിന്നകന്നു പോയി. പ്രാർത്ഥന പോലും നിലച്ചു പോയി. പൂർണ്ണമായി നിന്നകന്നു പോയി. യേശുവിനെ വിളിക്കുക. എങ്കിലും യേശുവേ കരഞ്ഞു പ്രാർത്ഥിക്കുക. യേശുവേ കണ്ണു നീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുക. യേശുവേ തുറന്നിടണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുക. യേശുവേ ഉള്ളം തുറന്നിടണേ. ഓ ദൈവമേ, എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളറകൾ അവിടുന്ന് കാണണം. എൻ്റെ ഹൃദയത്തിൽ മനപരിവർത്തനത്തിന് സ്ഥാനമില്ല കർത്താവേ. മനപരിവർത്തനത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ ഞാൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആത്മാവിന്റെ നിത്യതയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ ആത്മാവിന്റെ നിത്യതയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാനിങ്ങനെ ചെയ്താൽ ഇതിന്റെ വരുവരായെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഓ ദൈവമേ, ഓ ദൈവമേ, അഗ്നി കാണുമ്പോൾ എല്ലാം മറന്ന് ബോധം കെട്ട് അതിലേക്ക് പാഞ്ഞ് എന്ന് വീത ഇയാൽപ്പാറ്റകളെ പോലെയാണല്ലോ കർത്താവേ എന്റെ സ്വഭാവം. പാപം കണ്ടാൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കർത്താവേ. പാപത്തിന്റെ ദുരാസക്തി വരുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കർത്താവേ. അപ്പാ, ഇന്ന് താങ്ങുവാനാകുന്നില്ല. കണ്ണുകൾ അടച്ച് ഇന്ന് താങ്ങുവാനാകുന്നില്ല. അസ്ഥികൾ പോലും ക്ഷയിച്ചു പോയി. ജീവിതമാകെ തകർന്നു പോയി. അസ്ഥികൾ പോലും ക്ഷയിച്ചു പോയി. ജീവിതമാകെ തകർന്നു പോയി. എങ്കിലും യേശുവേ എങ്കിലും യേശുവേ നിന്നെ
എങ്കിലും യേശുവേ കരങ്ങൾ കൂപ്പി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കരഞ്ഞ് പ്രാർത്ഥിക്കുക. കരഞ്ഞു പ്രാർത്ഥിക്കുക. കണ്ണു നീരേകണേ. കരഞ്ഞു പ്രാർത്ഥിക്കുക. യേശുവേ കണ്ണു നീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുക. യേശുവേ ഉള്ളം തുറന്നിടണേ. ഉള്ളം തുറന്നിടണേ. ഉള്ളം തുറന്നിടണേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.